സൈക്കോളജിക്കലി ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ പേടി മാറ്റാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിലുള്ള ഒരു പേടിയുടെ കാരണം, അതിൻ്റെ റീസൺ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ ആ പേടി ഈസി ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. എന്ത് പേടിയാണെങ്കിലും എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് പുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി പേടിയാണ്. എനിക്ക് പാമ്പ് അങ്ങനെ വലിയ വലിയ സാധനങ്ങളൊന്നും അത്ര പേടിയില്ല. പുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, എൻ്റെ കയ്യിലെങ്ങാനും അറിയും, നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ അറിയാതെ ഇങ്ങനെ ഒരു പുഴുവെങ്ങാനും കയറിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ കിടന്ന് വിളിച്ച് കാറിക്കൂവി അമ്മാതിരി പ്രശ്നം ഉണ്ടാക്കും. എനിക്ക് ഭയങ്കര പേടിയാണ്, ഉള്ളിൽ എന്തോ ഒരു പേടിയാണ്. അപ്പം ആ ഒരു പേടി വരാനുള്ള റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പേടിയാണ്, എനിക്ക് അത്രേ അറിയുള്ളൂ. പക്ഷെ പിന്നീട് ഞാനിരുന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഇൻസിഡൻറ്റ് ഞാൻ കുഞ്ഞായിരുന്നതുകൊണ്ട് തന്നെ ആ ഇൻസിഡൻറ്റ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് പിന്നെ എനിക്ക് ആ പുഴുവിനെ കാണുമ്പോഴെല്ലാം എനിക്ക് ആ പേടി ഉണ്ടാകുന്നത്. പക്ഷെ ഞാൻ ആ റീസൺ മനസ്സിലാക്കി, അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് അത് അന്ന് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായെന്നുള്ളതിൻ്റെ കാരണം എൻ്റെ മൈൻഡിൽ അതിനുള്ളൊരു സൊല്യൂഷൻ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പം എനിക്ക് പുഴുവിനെ പേടിയില്ല. ഈ പറഞ്ഞ കാര്യവും എൻ്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിനിടയ്ക്ക് ഞാൻ കൊണ്ടുവന്ന എൻ്റെ ഒരു ചേഞ്ച് തന്നെയാണ് കേട്ടോ. ഇപ്പം എനിക്കങ്ങനെ എൻ്റെ കയ്യിലൂടെ കയറിപ്പോയാലൊന്നും ഞാൻ പണ്ടത്തെ പോലെ അങ്ങനെ പേടിക്കാറൊന്നുമില്ല. ഒരു ചെറിയൊരു അറപ്പ് ഇപ്പോഴുണ്ട്, പക്ഷെ എന്നാലും നേരത്തെ പോലെ ഞാൻ കാറിക്കൂവി പ്രശ്നം ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഈ നെഗറ്റീവ് തോട്ട്സിൽ വരുന്ന കുറേ പേടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സാമിന് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ എനിക്ക് പഠിച്ച് തീർക്കാൻ പറ്റുമോ, പിന്നെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് മാർക്ക് കുറവായിട്ട് വരുമ്പം അത് റിലേറ്റഡ് ആയിട്ട് പിന്നെ എനിക്ക് നെക്സ്റ്റ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ആ പേടി, അടുത്ത പ്രാവശ്യം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ നേരത്തെ എനിക്ക് മാർക്ക് കുറഞ്ഞു, ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ പേടികളൊക്കെ ഇങ്ങനെ വരുന്നത്. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു ടെക്നിക്കാണേ. ഇതായിരുന്നു ആ വഴി. ഇത് കൈൻഡ് ഓഫ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഹോബിയാണ്. എൻ്റെ മൈൻഡിൽ ടെൻഷൻ വരുമ്പോൾ, പേടി വരുമ്പോൾ, അങ്ങനെ നെഗറ്റീവായിട്ട് തോട്ട്സ് വരുമ്പോൾ ഞാനത് അവിടെ ബ്രേക്ക് ചെയ്യാറുണ്ടെങ്കിലും ഞാൻ അതിനൊരു ടൈം കൊടുക്കും. ഞാൻ ചെയ്യുന്ന വർക്ക് കഴിഞ്ഞിട്ട് ആ ഒരു നെഗറ്റീവ് തോട്ടിന് വേണ്ടിയിട്ട് ഞാനൊരു ടൈം കൊടുത്തിട്ട് ഞാനത് പേപ്പറിൽ എഴുതി വെക്കും. എന്തൊക്കെയാണ് എന്നെ അപ്പം എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ നെഗറ്റീവ് തോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊരു പേപ്പറിൽ എഴുതി വെക്കും. എന്നിട്ട് ഞാൻ ഇപ്പം കാണിച്ച ആ ഒരു ബുക്ക്, അതൊരു ബുക്കിൻ്റെ ഫ്രണ്ട് പേജാണ് കേട്ടോ. ആ ബുക്കിനകത്ത് ഞാൻ എഴുതും. അതായത് സപ്പോസ് ആ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും ആ ഫ്രണ്ടിനോട് അതിന് ഉള്ള ഒരു മറുപടി കൊടുക്കുക എന്നുള്ളത് ഒരു പോസിറ്റീവ് വേയിൽ ഞാൻ ഈ ബുക്കിൽ എഴുതി വെക്കും. നമ്മളിൽ പല ആൾക്കാരും നമ്മുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഉപദേശം കൊടുക്കാൻ ഭയങ്കര മിടുക്കരായിരിക്കും. പക്ഷേ സ്വന്തം ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പം കിടക്കുന്നു, നേരെ തലതിരിച്ചായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്.